പെരിയാറിൽ മീനുകൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ ഫാക്ടറിയിൽ നിന്നും മാലിന്യങ്ങൾ ഒഴുക്കിവിട്ടതായി കണ്ടെത്താനായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. ഓക്സിജന്റെ അളവ് കുറഞ്ഞ ജലം പെരിയാറിലേക്ക് കൂടുതലായി ഒഴുകിയെത്തിയതാണ് മത്സ്യങ്ങൾ ചാകാൻ കാരണം. മത്സ്യകൃഷിക്കാർക്ക് നഷ്ടപരിഹാരം നൽകുന്ന കാര്യം പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. പെരിയാറിൽ ഏലൂർ ഭെറി ഭാഗത്ത് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ TJ വിനോദ് MLA ആണ് സബ്മിഷൻ നൽകിയത്. പെരിയാറിൽ മീനുകൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ ഫാക്ടറിയിൽ നിന്നും മാലിന്യങ്ങൾ ഒഴുക്കിവിട്ടതായി കണ്ടെത്താനായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സർവൈലൻസ് സംഘം പെരിയാറിൽ പരിശോധന നടത്തി. പെരിയാറിന്റെ തീരത്തുള്ള ഫാക്ടറികളിൽ നിന്ന് മലിനജലം ഒഴുക്കിവിട്ടതാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാനുള്ള കാരണമെന്ന് പ്രാഥമികമായ അന്വേഷണത്തിൽ കണ്ടെത്താനായിട്ടില്ല. പെരിയാറിൻ്റെ തീരത്ത് നിന്നുള്ള ഫാക്ടറികളിൽ നിന്നും രാസമാലിന്യം ഒഴുക്കിവിട്ടതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല. പെരിയാർ നദിയിലേക്ക് പാഴ്ജലം ശുദ്ധീകരണത്തിന് ശേഷം പുറന്തള്ളുന്നതിന് അനുവദിച്ചിട്ടുള്ള 5 വ്യവസായശാലകളിൽ നിന്നും മലിനജലം പുറന്തള്ളുന്നതായി പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ല. പാഴ്ജലം ശുദ്ധീകരിച്ചതിന് ശേഷം നദിയിലേക്ക് പുറന്തള്ളുന്നതിന് അനുവദിച്ചിട്ടുള്ള 5 വ്യവസായശാലകളിൽ നിന്നും മലിനജലം പുറന്തള്ളുന്നതായി പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധിച്ചതിൽ ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് മത്സ്യങ്ങൾക്ക് ജീവിക്കുന്നതിനാവശ്യമായ അളവിലും കുറവായി കാണപ്പെട്ടു. മഴ ശക്തിപ്പെട്ടതിനെ തുടർന്ന് പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടർ തുറന്നപ്പോൾ റെഗുലേറ്ററിന്റെ മുകൾ വശത്തു നിന്ന് ഓക്സിജന്റെ അളവ് കുറഞ്ഞ ജലം കൂടിയ അളവിൽ ഒഴുകിയതാണ് മത്സ്യനാശത്തിന് കാരണമെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തലെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.